ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് ദുറൂസുൽ ഇസ്ലാം 2024 വാർഷിക പരീക്ഷ നടത്തിയ ദുറൂസുൽ ഇസ്ലാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പം എന്താണ് ഇവിടെ നമ്മൾ തഫീമുൽ ഖിറായിൽ നമ്മൾ പാട്ടായിട്ടും കഥയായിട്ടും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. എന്താണ്? പുലരി വരും നേരത്താണെന്ത്? സുബ്ഹി നിസ്കാരം. പുലരി വരും നേരത്താണ് സുബ്ഹി നിസ്കാരം. അതുപോലെ മറ്റു നിസ്കാരത്തിൻ്റെതൊക്കെ അതുപോലെ മാറി ചോദ്യം വന്നാൽ നമുക്ക് പറയാൻ കഴിയണം. അപ്പം അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. അതിൻ്റെ ബാക്കി നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം. അഊദു ബിക വരെ ഉണ്ട്. എന്താണ്? ശുചിമുറിയിലേക്ക് കയറുമ്പോൾ, ബാത്റൂമിലേക്ക് കയറുമ്പോൾ ചൊല്ലുന്ന ദിക്റ് പഠിച്ച്, അതുപോലെ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്റും അതുപോലെ പഠിക്കുക. കയറുമ്പോൾ ഇടതുകാൽ വെച്ച് കയറണം, പുറത്തിറങ്ങുമ്പോൾ വലതുകാൽ വെച്ച് ഇറങ്ങണം. അതൊക്കെ ചോദ്യമായിട്ട് വരാം. പിന്നെന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താണ് ഷഹാദത്ത് കലിമ? അതാണിത്. അപ്പം അതിൻ്റെ ബാക്കി വിട്ട ഭാഗം പൂരിപ്പിക്കാനായിട്ട് വന്നതാണ്, മനസ്സിലാക്കാം. പിന്നെ തിന്നും നേരം ബിസ്മില്ല, കുടിക്കും നേരം ബിസ്മില്ല. അങ്ങനെ നമ്മളൊരു പാട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം അത് ഇതുപോലെ കൊടുക്കും നേരം, കിടക്കും നേരം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇതുപോലെ മനസ്സിലാക്കുക. പിന്നെന്താണ്? മുത്തുനബി ജനിച്ചത് എവിടെയാണ്? മക്കയിലാണ്. മുത്തുനബി വഫാത്തായതോ മദീനയിലാണ്. അത് നമ്മളൊരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അവസാനത്തിൽ. അതിൽ നിന്ന് ഓരോ ചോദ്യങ്ങളും ഇതുപോലെ മനസ്സിലാക്കി പഠിക്കുക. ഹിജ്റ പോയത് 53. അതൊക്കെ മനസ്സിലാക്കുക. നമ്മൾ മുമ്പ് ചോദ്യപേപ്പറിൻ്റെ കൂടെ പാഠഭാഗം റിവിഷനായിട്ട് പറഞ്ഞതൊക്കെ ഉണ്ട്. മുമ്പ് ചെയ്ത ദുറൂസുൽ ഇസ്ലാമിലെ മറ്റു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപകാരപ്പെടുത്തി കാണാം. അടുത്ത എന്താണ്? ഉത്തരം പറയാനാണ്. നമ്മുടെ നബിയുടെ ഉമ്മയുടെ പേരെന്താണ്? നബിയുടെ ഉമ്മയുടെ പേര് ആമിന ബീവി എന്നാണ്. നബിയുടെ ഉമ്മയുടെ പേര് ആമിന ബീവി എന്നാണ്. പിന്നെ ഉപ്പയുടെ പേരെന്തായിരുന്നു? അബ്ദുള്ള. നബിയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ്. ഏത് കാല് വെച്ച് ടോയ്ലറ്റിൽ കയറണം? ഏത് കാലാണ്? ഇടത് കാല് വെച്ചാണ് ടോയ്ലറ്റിൽ കയറേണ്ടത്. ഇടത് കാല്. പിന്നെ അദാൻ വിളിക്കുമ്പോൾ അവസാനം പറയുന്നത് എന്ത്? നമ്മൾ അദാൻ പഠിച്ചിരുന്നു അല്ലേ? അതിൽ അവസാനം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അവസാനം പറയുന്നത്. അദാനൊക്കെ പഠിക്കട്ടാ ഉസ്താദ്. അദാനിൽ ആദ്യം പറയുന്നത് എന്തെന്ന് വെച്ചാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലേ? അപ്പം അത് ഇതുപോലെ പറഞ്ഞു കൊടുക്കാം. പിന്നെന്താണ്? എങ്ങനെയാണ് സലാം മടക്കേണ്ടത്? എങ്ങനെയാണ് സലാം മടക്കേണ്ടത്? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എങ്ങനെയാണ് സലാം പറയേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നാണ് സലാം പറയേണ്ടത്. എപ്പോഴാണ് അസ്ർ നിസ്കാരം? അസ്ർ നിസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ്? വൈകുന്നേരമാണ്. ഉച്ചക്കുള്ളത് ഏതാണ്? ഉച്ചക്കുള്ള നിസ്കാരം ഏതാണ്? ളുഹറാണ്. പുലരി വരുന്ന നേരത്തുള്ളത് ഏതാണ്? സുബ്ഹ് നിസ്കാരം. സന്ധ്യാനേരത്ത് മഗ്രിബ്. രാത്രിയുള്ള നിസ്കാരം ഇശാ. അപ്പോൾ അതൊക്കെ അതുപോലെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എത്രയാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്? എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ മുന്നത്തെ വർഷത്തെ ദുറൂസുൽ ഇസ്ലാമിൻ്റെ ചോദ്യപേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഉപകാരപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും മുമ്പത്തെ വീഡിയോ ഒക്കെ ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ലിങ്കുകൾ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുത്താം. പ്ലേലിസ്റ്റിൻ്റെ ലിങ്കൊക്കെ അയച്ചു തന്നാൽ എല്ലാ വീഡിയോസും അതിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.